ഒന്ന് കടൽ കണ്ടിട്ട് വന്നാലോ? അങ്ങനെ വീണ്ടും ഞായറാഴ്ചയായിരിക്കുക. രാവിലെ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കൂടി വൈകുന്നേരം റെക്കോർഡർ ക്ലാസ്സിന് പോകാലോ എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നത്, ഇന്ന് റെക്കോർഡർ ക്ലാസ്സുകളില്ല. അപ്പോൾ തന്നെ ഞങ്ങളും പ്ലാൻ ചേഞ്ച് ചെയ്തു, നേരെ ബീച്ചിൽ പോകാനാക്കി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ബീച്ചിൻ്റെ അവസ്ഥയെന്ന്. ട്രിപ്പ് പ്ലാൻ ചെയ്ത ആൾ നല്ല മഴയത്ത് കിടന്ന് കുറച്ച് സമയം ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ അഴീക്കൽ ബീച്ചിൽ വന്നു. ഞങ്ങൾ പേടിച്ചതുപോലെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. പക്ഷെ ബീച്ചിൻ്റെ അവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മഴയായിരുന്നതുകൊണ്ടും പിന്നെ നല്ല കടൽക്ഷോഭം ഉള്ളതുകൊണ്ടും ചെറുതായൊന്ന് ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നു പൊതുവെ. നല്ല ഉയരത്തിൽ തിരമാലകൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഉയരത്തിൽ തിരകൾ കാണുന്നത്. അങ്ങനെ ബീച്ചിൽ വന്നപ്പം ആകെ ശോകമായി. അഴീക്കൽ ബീച്ചിൽ മുമ്പ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നല്ല വലിയൊരു ബീച്ചായിരുന്നത്. പക്ഷേ അതിൻ്റെ പകുതിയോളം ഇപ്പോൾ കടലെടുത്ത് പകുതിയോളം കടലിഞ്ഞ് കയറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് തിരയൊക്കെ കണ്ടിരിക്കാനായിട്ടും ആസ്വദിക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന മുമ്പോട്ടുണ്ടായിരുന്ന ഭാഗം പകുതിയോളം കടൽ കയറി പകുതിയോളം പോയിരിക്കുകയാണ്. ഭയങ്കര സങ്കടം തോന്നി കണ്ടപ്പോൾ. കാരണം നല്ല ഭംഗിയുള്ളൊരു ബീച്ചായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ബീച്ചായിരുന്നു ഈ അഴീക്കൽ ബീച്ച്. വലിയ തിരക്കുകളും ബഹളങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായിട്ട് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചായിരുന്നു. ചിലപ്പോൾ മഴക്കാലമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും പഴയപടി ആകുമായിരിക്കും. ഇവിടെ ഒരാൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. എടാ പോയി കടൽ കാണടാന്ന് പറഞ്ഞു പിന്നെ ഓടിച്ചു വിട്ട് കാണിക്കായിരുന്നു. കാരണം ഇന്ന് വിഹാം ബീച്ചിൽ വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം മണ്ണിൽ കളിക്കുക എന്നുള്ളത് മാത്രമാണ്. വെള്ളത്തിലിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. ഇന്ന് മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ വണ്ടികൾ എന്തൊക്കെയോ പുള്ളിക്ക് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് വണ്ടിയിലിട്ടിട്ടാണ് വന്നത്. വന്നുടനെ ഞങ്ങൾക്കൊരു ചായ പോലും കുടിക്കാൻ സമ്മതിക്കാതെ ഈ മണ്ണിലോട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് കളി തുടങ്ങും. എന്നാൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും കളിക്കോ? അത് ചെയ്യത്തില്ല. അവൻ്റെ കൂടെ നമ്മളും അവിടെ ഇരുന്ന് കളിക്കണം. മണ്ണ് വാരാനൊന്നും ഞാനില്ലെന്നും പറഞ്ഞ് ഞാൻ കുറച്ച് സമയമൊക്കെ അവിടെ ബലം പിടിച്ചിരുന്നെങ്കിലും അവസാനം അവൻ്റെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം അവൻ്റെ കൂടെ കുറച്ച് സമയം ഫ്രീ ആയിട്ട് യാതൊരു ബഹളങ്ങളും ഇല്ലാതെ തിരക്കുകളും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. അസ്തമയൊക്കെ ആകാറായപ്പോൾ ഞങ്ങൾ അവിടെ പാറക്കെട്ടിൻ്റെ മുകളിൽ വന്നിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് തിരകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കടൽക്ഷോഭം ഉള്ളതുകൊണ്ടും വേലിയേറ്റും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളായതുകൊണ്ട് നല്ല വലിയ തിരകളായിരുന്നു. നല്ല ഹൈറ്റിലായിരുന്നു തിരകൾ അടിച്ചു കയറിക്കൊണ്ടിരുന്നത്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മൾ ഈ മുകളിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ താഴെ ഉള്ള പാറയിലോട്ടൊക്കെ നല്ല ശക്തിയായിട്ട് വെള്ളം അടിച്ചു വരും. ചില സമയത്ത് നമ്മുടെ ദേഹത്തോട്ടൊക്കെ അങ്ങ് തെറിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ പോകാറായപ്പോഴേക്കും ആളുകൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ കുറച്ചൊന്ന് ഇറങ്ങി കാലും കൈയൊക്കെ ഒന്ന് നനച്ചു. പിന്നെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ നേരെ ആര്യാസിൽ വന്നു. അവിടുന്ന് ഞങ്ങൾ നെയ്യ് റോസ്റ്റ്, വിഹാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ട്രയാങ്കിൾ ദോശ കഴിച്ചു. അങ്ങനെ ഡിന്നർ നമ്മളിന്ന് ഈ ഒരു നെയ്യ് റോസ്റ്റിൽ അവസാനിപ്പിക്കുക. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്, ബൈ.